ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയല്ലല്ലോ ഞാൻ പറയാൻ നിന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെയാണ് പറയാൻ നിന്നത്. പക്ഷേ നടന്നില്ല. ഞാൻ ഒരു പഴയ ബ്ലൗസിൻ്റെ നൂലഴിച്ചുകൊണ്ടിരിക്കുക. പഴയതെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം പഴക്കമെങ്കിലും ഈ ബ്ലൗസിനുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ വിജനിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ കയറത്തില്ല. ഞാൻ നമ്മുടെ പുളിയലക്കര സെറ്റ് മുണ്ട് എടുത്തിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് കരുതിയേ. സിമ്പിളായിട്ട്. അപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് വേണം. ഞാൻ വാങ്ങാമെന്ന് ആദ്യം കരുതി. അപ്പോൾ കരുതി എൻ്റെ ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെ തയ്യലൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഉണങ്ങുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അത് നടക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ പൊളിക്കാമെന്ന് കരുതി. പിന്നെ ഇന്ന് ഞാൻ വേറൊരു ഫോട്ടോഷൂട്ട് പോച്ചമ്പള്ളി സാരി വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ അവളെന്നും എന്തോന്ന് ഫോട്ടോഷൂട്ടെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാരി. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് കരുതി. പോച്ചമ്പള്ളി സാരിയാണ്. അധികം വിലയൊന്നുമില്ല കേട്ടോ. നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ്. ഇതാണ് ഈ സാരിയുടെ മുന്താണിയായിട്ട് വരുന്നത്. ബോഡി ഫുൾ ഇങ്ങനെ ലൈൻസ് വരും കേട്ടോ. ഇതാണ് ബോഡി ഫുൾ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരും. ഇതിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ കാണിച്ചു തരാം. പ്ലെയിൻ ആയിട്ടാട്ടോ ബ്ലൗസ് വരുന്നത്. ഇതാണ് ബ്ലൗസ്. സ്ലീവിൽ ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ വരും. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇന്ന് ഫോട്ടോഷൂട്ട് ഞാൻ ഈ കളർ സാരിയും റെഡ് ബ്ലൗസും പെയർ ചെയ്ത് എടുക്കാമെന്നാണ് കരുതുന്നത്. ഐ മീൻ വൈശാഖ സന്ധ്യയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. പീച്ചുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടേക്കുന്നത് എന്തിനാണെന്നറിയോ? ബ്രൗൺ ഉണ്ട്. പറയാമല്ലോ, ഒരു മിനിറ്റ്. പിന്നെ ഒരു എന്തോന്നൊരു കളറ്, ഒരു പേസ്റ്റൽ ഓറഞ്ച് കളർ, ഇതല്ലാത്ത ബേൺട്ട് ഓറഞ്ച്, ഐ മീൻ റസ്റ്റ് ഓറഞ്ച്, അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറഞ്ഞ കളർ ഓറഞ്ച്, ഇതും ഒരു പേസ്റ്റൽ യെല്ലോ പോലത്തെ ഒരു കളർ. ടസൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പീച്ചിൻ്റെ സെയിം തന്നെയാണ്. ഇത് ഞാൻ എടുത്തിട്ടതിൻ്റെ കാരണം ഇതെല്ലാം കൂടി മടക്കി ഞാൻ കവറിലാക്കുക കേട്ടോ. നമ്മളന്ന് വാങ്ങാൻ പോയത് ഇതൊക്കെ നമ്മൾ ഈറോഡിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അവിടെ ചെന്നപ്പോൾ ഒരു മുട പിടിച്ച ആളുടെ കടയിലാണ് നമ്മൾ ചെന്ന് കയറിയത്. പക്ഷെ അവിടെ കുറച്ച് നമുക്ക് റേറ്റിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് എടുത്തത് കേട്ടോ. ഒറ്റ കവറിൽ എല്ലാം കൂടി ഒരു വലിയ കവറിനകത്താക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കവറിൽ വയ്ക്കാണ്ടിരുന്നു. കാരണം എപ്പോഴും നമുക്ക് എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ എടുത്ത് കാണിക്കണമല്ലോ എന്ന് കരുതി കവറിൽ വയ്ക്കാണ്ടിരുന്നു. പിന്നെ ഇനി കവറിൽ വയ്ക്കാണ്ടിരുന്നാലേ പൊടിയൊക്കെ അടിച്ചതാകെ നാശമാവേ. അതുകൊണ്ട് എടുത്ത് കവറിലെല്ലാം പാക്ക് ചെയ്യാമെന്നും പറഞ്ഞാണ് ഞാൻ എടുത്ത് ബെഡിലോട്ട് ഇട്ടത്. എൻ്റെ സാരി അങ്ങോട്ട് ഇന്ന് ഷൂട്ടിനുള്ളത് മാറ്റി വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ നെട്ടയത്തുനിന്ന് വന്നേ. വേദ സ്കൂളിൽ അവിടെ നിന്ന് ഇന്നലത്തെ മന്തി റൈസ്, വേദയ്ക്ക് പിന്നെ മന്തി ഉള്ളതുകൊണ്ടൊന്നും വേണ്ടല്ലോ, മന്തി റൈസ് ഇരുന്നത് കൊണ്ട് അത് അമ്മ കൊടുത്തു വിട്ടു. അമ്മ വേറെ ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ട, മന്തി മതി എന്ന് പറഞ്ഞു. അങ്ങനെ മന്തി വേദ കൊണ്ടുവന്ന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ ഇന്നൊന്നും വയ്ക്കില്ല എന്ന് പറഞ്ഞു. ഏട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചു, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചു. ഇനിയിപ്പോൾ വേദ വരും. വന്നാലുടനെ എനിക്ക് കുറച്ചേറെ പരിപാടികളുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒരാഴ്ചത്തെ സമയം കൂടി വേണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായിരിക്കും ആ ഒരു ബിഗ് അപ്ഡേഷൻ? വസ്ത്രയിലൊരു ബിഗ് അപ്ഡേഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിപ്പുരയിലാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വേദ വന്നാലുടനെ, കാരണം ഏട്ടനും കുറച്ച് ബിസിയാണ്. ഏട്ടൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏട്ടന് കിട്ടുന്ന സമയത്ത് വേണം ഫോട്ടോസൊക്കെ എടുക്കാനും മറ്റുമൊക്കെ. അപ്പോൾ വേദ വന്നാലുടനെ, ഏട്ടൻ വൈകുന്നേരം സമയമില്ല എന്ന് പറയും, വന്നാലുടനെ ഞാനും ഏട്ടനും കൂടി ഈ സാരി എടുത്ത് ഫോട്ടോഷൂട്ടിന് പോകും. പിന്നെ പുളിയിലക്കര സാരി ഞാനൊരു അമ്പലത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നാളെയോ മറ്റന്നാളോ ചെയ്യാം. ഉടനെ തന്നെ നമ്മൾ ഇതിപ്പം ഷൂട്ടിനുള്ളത് നമ്മൾ ഇവിടെ പോകുന്നുണ്ട്, തുണി എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. നിൽക്കാം. പിന്നെ വേദയ്ക്ക് ഓട്ടോയൊക്കെ അറേഞ്ച് ചെയ്യണം, ട്യൂഷനും ഡാൻസിനും ഒക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുകൂടെ അറേഞ്ച് ചെയ്ത ആളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ പോവും. കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് എടുക്കേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ബ്ലൗസിന് അഴിച്ചിട്ടത് ഇനി കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇട്ട് നോക്കുമ്പോൾ അറിയാം. പിന്നെ എനിക്ക് ഇനിയും പരിപാടി ഉണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. വെയിറ്റ്, ഇവിടെ ലൈറ്റ് ഇല്ല. ഇത് നമ്മുടെ ഈ വോളില്ലേ, ഞാൻ പെയിൻ്റ് അടിച്ച വോള്, അത് ഒരുമാതിരി ചൊറി പിടിച്ച പോലത്തെ വോളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് കുറച്ച് ഞാൻ ഫോട്ടോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഫോട്ടോ ഫ്രെയിമൊക്കെ. അത് ഒട്ടിക്കണം. പിന്നെ കുറച്ച് LED ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച ലൈറ്റ് മാറിപ്പോട്ടോ. വാമാണ് വാങ്ങിയത്.
വാമല്ലേ? വാമാണ് വാങ്ങിയത്. വാം ഇവിടെ ഫുൾ ബ്രൈറ്റ് കിടക്കുമ്പോൾ വാം കൂടെ ഇട്ടാൽ രണ്ടും കൂടെ ചളമാവും കേട്ടോ. അതുകൊണ്ട് അതിന് റിട്ടേൺ അയച്ചിട്ട് ബ്രൈറ്റ് വാങ്ങാനായിട്ട് കൊടുത്തേക്കുന്നു. അത് വന്നാൽ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര സെറ്റപ്പ് ആവാൻ പോവാണ് ഗൈസ്. സെറ്റപ്പ് ആവാൻ പോവാണ്. അപ്പോൾ അങ്ങനെ അത് ഇനി പേസ്റ്റ് ചെയ്യാനുള്ള പണിയുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോൾ എന്താണ് വേറെ കുറച്ച് പരിപാടികൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വസ്ത്രയുടെ സാരിയായിട്ട് കാണിക്കാനിരുന്ന ഇതാട്ടോ, ടെൻപട്ടി സാരി. അയ്യോ എൻ്റെ ബ്ലൗസ് ഇതാ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൊങ്കാലയ്ക്ക് ഞാൻ എടുത്തപ്പോൾ എൻ്റെ അമ്മ എന്തൊരു എൻക്വയറീസ് ആണെന്ന് അറിയോ. ഇതിൻ്റെ വീഡിയോസ് പോലും ഇടാതെ എല്ലാ സാരീസും നമ്മൾ എടുത്തിട്ട് വന്നത് പോയി. ഇനി ഈ ഒരു 4 പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണിത്. ഇത് ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ വരും. ഇതാണ് ഈ സാരിയുടെ മുന്താണി. അതിൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ ഇത് മറ്റേ ടൈ ആൻഡ് ഡൈ പോലെ ഉള്ളൊരു സെറ്റപ്പാട്ടോ. അതിൻ്റെ ബ്ലൗസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ്. അതുപോലെ തന്നെ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരും. വൈറ്റ് അല്ല, ഒരു കാവി കളർ പോലെയൊക്കെ വരുന്നുണ്ട്. ഓറഞ്ച് വൈറ്റ് കാവി എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇതിൻ്റെ മുന്താണിയും ആ ഓറഞ്ചിൽ വരും. ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്, അതിന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. അത് മിക്കവാറും ഓറഞ്ച് ബ്ലൗസ് ആയിരിക്കും, അറിയില്ല. എവിടെയോ ഉണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ സാരികളും വിത്ത് ബ്ലൗസാണ്. പിന്നെ ചെട്ടിനാട് കോട്ടണൊക്കെ എടുക്കുമ്പോൾ അതിൽ വിത്ത് ബ്ലൗസായിട്ട് വരില്ല. സാരിക്ക് 6.25 മീറ്റർ ലെങ്ത് ഉണ്ടാവും. അതിൽ നിന്ന് കട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത് കേട്ടോ ചെട്ടിനാടൊക്കെ എടുക്കുമ്പോൾ. പ്രാവശ്യം ചെട്ടിനാടൊക്കെ നമ്മൾ എടുക്കും. പിന്നെ അടുത്തൊരു ഷെയ്ഡ് വരുന്നത് യെല്ലോ ആട്ടോ. യെല്ലോയും ഓറഞ്ചുമാണ്. ഇതൊരു കാവി, ഇതൊരു യെല്ലോ. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഓറഞ്ചാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഇതിനകത്തുണ്ട് കേട്ടോ, അത് കണ്ടുപിടിച്ചെടുക്കണം. ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോങ് വീഡിയോയിൽ സാരി കാണിക്കാനായിട്ടിരുന്നത്. അപ്പോഴാണ് അതിനെ പാക്ക് ചെയ്യാനായിട്ട്. ഇതിനും കവറില്ല. ഇനി വന്നിട്ട് ഇത് കവർ ഒക്കെ ഇട്ട് ഇന്ന് രാത്രി കുറച്ചേറെ പരിപാടികളുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. അവന്മാർ കവർ തരത്തില്ല. എന്തോ കഷ്ടം നോക്കുക. സാധനം വാങ്ങിച്ചിട്ട് കവർ തരത്തില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കവർ. നമുക്ക് വാങ്ങിച്ചിട്ടല്ലേ പറ്റൂ. ഇതുവരെ ബ്ലൗസ് അഴിച്ചില്ല. ഇവിടെ പോയാൽ എന്തോ പിന്നെ ആർക്കെങ്കിലും കൊറിയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നും പോവും. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ബ്ലൗസ് ഇട്ടപ്പോഴാണ് ഓർത്തത് അരി ഉഴുന്ന് അരയ്ക്കാനായിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലൗസിന്റെ മുകളിൽ കൂടെ ഇട്ടിട്ടൊന്ന് നോക്കിയപ്പോൾ അതെല്ലാം കൂടി മറിഞ്ഞ് കിടക്കണം. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, കാണാൻ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങളും നമ്മുടെ സുഹൃത്തുക്കളല്ലേ. എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അരി ഉഴുന്നും കോരി എടുത്തിട്ട് സാരി ഉടുക്കാന്ന് എഴുതി. സാരിയും കുറച്ച് പുട്ടിയൊക്കെ അടിക്കണ്ടേ. ഇന്നലെ നമ്മൾ ഇട്ടിരുന്ന റീൽസിന് ഭയങ്കര വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം പതിവിലും വിപരീതമായിട്ടുള്ളൊരു റീൽസ് ആയിരുന്നു അത്. സിമ്പിൾ ആയിട്ടുള്ള, അതുപോലെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പോച്ചംപള്ളി സാരി കേട്ടോ. നല്ല നല്ല ഒതുങ്ങിക്കിടക്കുന്ന, നല്ല ഒതുങ്ങിക്കിടക്കുന്നതിലുപരി നമ്മളിങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ സ്ട്രെയിറ്റ്നറൊക്കെ വെച്ചൊന്ന് പിടിച്ചു കേട്ടോ. കുറച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരി അല്ലാത്തതെന്നേ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവളത് ചെയ്ത് കൊള്ളാം, അതല്ല, അതിലെന്താണ് തെറ്റ് കണ്ടുപിടിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എൻ്റെ അമ്മ നന്നായിട്ട് സാരി ഉടുക്കും കേട്ടോ. കാരണം വർഷങ്ങളായിട്ട് അമ്മ സാരി ഉടുക്കുന്ന ആളാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാരി ഉടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ മറന്നുപോയല്ല, ആ ഒരു പെർഫെക്ഷനൊക്കെ പോയേട്ടോ. ചെറുതായിട്ടൊന്ന് പുട്ടി അടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോയി ഫോട്ടോസ് എടുത്തിട്ട് വരാവേ. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. വളരെ പോട്ടൊക്കെ വെച്ച് കുപ്പി വളയൊക്കെ ഇട്ട് കമ്മൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നീ നോക്കാൻ നിന്ന് അല്ല, അത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. ഓഫീസിൽ പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതാണ് എൻ്റെ തീം. അയ്യോ, ബാഗ് എടുത്തില്ല. പിന്നെന്തോന്ന്, പൊട്ടൊക്കെ വെച്ച് കമ്മൽ നോക്കിയിട്ട് കണ്ടില്ല. കമ്മൽ ഇനി നോക്കാൻ നിന്ന സമയം താമസിക്കും. സാരി പോയി ഷൂട്ട് ചെയ്തിട്ടില്ല ഗൈസ്. ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയി. അവിടെ ചെന്ന് ഞാനും ഏട്ടൻ കൂടെ അടിയായിട്ടോ. ഏട്ടൻ പറയുന്ന രീതിയിൽ ഞാൻ നിന്നില്ല. ഞാൻ പറയുന്ന രീതിയിൽ ഏട്ടൻ വീഡിയോ എടുത്തില്ല. അവസാനം കുറച്ചൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് 2-3 ഷോട്ട്, ഒരു ചായ കുടിക്കുന്ന ഷോട്ടും ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഷോട്ടും, 2 ഷോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷോട്ട് 2 ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിച്ചു വന്ന് സാരിയൊക്കെ മാറ്റി കേട്ടോ. ഇനിയിപ്പോൾ വേദയ്ക്ക് ട്യൂഷന് പോകണം. എനിക്കൊന്ന് പോത്തീസിൽ പോവേണ്ട ആവശ്യമുണ്ട്. പോത്തീസിൽ പോകണം, വെട്ടുകാട് പോകണം. അങ്ങനെ 1-2 കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഭാഗ ആഹാരം പോലും സത്യമായിട്ട് ഈ സമയം വരെ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിപ്പോയി. പോകുന്ന വഴിക്ക് ചായയും പഫ്സ് വേദ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പപ്സ്, ഷവർമ, ബർഗർ ഏതെങ്കിലും കഴിക്കൂടി ഞാൻ. ഓ, വേദയെ ട്യൂഷന് വിട്ട ഉടനെ നേരെ വെട്ടുകടയ്ക്ക് പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് ഞാൻ കരുതി വേദയുടെ അങ്കിളുടെ കടയിൽ കയറി കൊഴുക്കട്ടയും ചായയും കുടിക്കാമെന്ന്. നേരെ കുറ്റിയും പറിച്ച് അവിടെ ചെന്നപ്പോഴേക്കും കടയും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഞാൻ ആകെ ഡിപ്രഷനിലായിപ്പോയി. അല്ലെങ്കിൽ ആ പൂജപ്പുര എന്നൊരു ബദാം ടീയെങ്കിലും കുടിച്ചിട്ട് വരാനുള്ളായിരുന്നു. അവിടെ വന്ന് കൊഴുക്കട്ട കഴിക്കാനുള്ള കൊതിയിൽ വന്ന് കിട്ടിയില്ല. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ജ്യൂസ് കടയിൽ കയറി ഒരു കരിക്ക് ഷേക്ക് കുടിച്ചു കേട്ടോ. ആ കരിക്ക് ഷേക്കിൽ കുറച്ച് കരിക്ക് കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. ഒരു മാതിരി തിക്കായിട്ടിരുന്നു. ഷേക്ക് കൊള്ളായിരുന്നു, പക്ഷെ കുറച്ച് കരിക്കിൻ്റെ ഒരു കൂടുതലായിട്ട് നിന്നതിൻ്റെ ഒരു കിഴുകിഴ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതിൽ കിടന്നു കേട്ടോ. ഒരു വല്ലാത്ത കൺസിസ്റ്റൻസിയിലായിപ്പോയി. അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്കിലും നന്നായിട്ട് വിശന്ന് കൂമ്പ് കത്തി നിൽക്കണമുണ്ട്. അത് അത്രയും അങ്ങ് കുടിച്ചോട്ടോ. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കുടിക്കണ്ടായിരുന്നു എന്ന് തോന്നി, അത് വേറെ കാര്യം. എന്നിട്ട് നേരെ ഞാൻ വെട്ടുകാട് വന്നു. വെട്ടുകാട് വന്നപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ആൻറ്റിയെ കണ്ടു. ആൻറ്റി പാലായിലോ പത്തനംതിട്ടയിലോ അവിടെ ഉള്ളതാണ്. ആൻറ്റിയുടെ മകളുടെ അടുത്തേക്ക് സൗദിയിലോ അവിടെ പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ്. പോകുന്നതിന് മുന്നേ വെട്ടുകാട് വന്നതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണും. കുഞ്ഞെ വിളിച്ചുകൊണ്ട് പോയോ, ഞായറാഴ്ച വിളിച്ചുകൊണ്ട് പോയതല്ല പോകുമെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് പോത്തീസിൽ പോയി. പോത്തീസിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. സ്കൂട്ടർ വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് എവിടേക്കോ കുത്തിക്കയറ്റി വെച്ചു. എന്നിട്ട് തിരിച്ചങ്ങനെ എടുക്കുമെന്നും പറഞ്ഞ് വിഷമിച്ച് നിന്നപ്പോഴേക്കും അതിൻ്റെ തൊട്ടടുത്ത് വേറെ സ്കൂട്ടറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സുഖമായിട്ട് നമ്മൾ തിരിച്ചെടുത്ത് വന്നു. എന്നിട്ട് വേദയ്ക്ക് വിശന്നിട്ട് പാടില്ലമ്മ, എനിക്ക് ബേൽപൂരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ബേൽപൂരി വാങ്ങിച്ചു കൊടുത്തു. വൃത്തിയില്ല എന്നുള്ള കമൻറ്റ് നിഷേധിച്ചിരിക്കുന്നു. ഉറപ്പായിട്ടും അറിയാം നമുക്ക് ഇവിടെ വൃത്തിയില്ല എന്നുള്ളത്. എങ്കിലും നമ്മൾ കഴിക്കുമല്ലോ. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അവിടുത്തെ കിച്ചൺ വൃത്തിയുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അത് കാണാണ്ട് കഴിക്കുന്നു, അത് കണ്ടുകൊണ്ട് കഴിക്കുന്നു, അത് അത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പണി കിട്ടിയാൽ അങ്ങനെ കൊണ്ട് നടക്കും, ആശുപത്രി പോകും, ട്രിപ്പിടും, അത്രയൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് വൃത്തിയില്ല എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഞാനൊരു ബേൽപൂരി കഴിച്ച് വീട്ടിലെത്തി. മനുഷ്യൻ തലപ്രാന്തെടുത്ത് നടക്കുകയാണ്. ഞാൻ നേരത്തെ ഇട്ടുന്ന ബ്ലൗസ് കാണാനില്ല. ഞാനേ പോത്തീസിൽ പോയി ബ്ലൗസ് വാങ്ങി. നാളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. ടീനയും ഡെസിയും വരും. ഇത് നമ്മുടെ എപ്പോൾ നോക്കിയാലും വസ്ത്ര ഈ മുറിയും തന്നെയല്ലേ. ഞാൻ വസ്ത്രയുടെ പുറകെയാണ്. ഇത് കോട്ടണിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റിലെ സാരി കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നാളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇതാണ് എൻ്റെ പല്ലുമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് എടുപിടിയിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പോത്തീസിൽ പോയി ബ്ലൗസ് എടുത്ത കേട്ടോ. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക്. ഇതാണ് ഞാൻ അതിന് എടുത്ത ബ്ലൗസ്. അതിന് മാച്ചാവും. പിന്നെ വേറൊരു ബ്ലൗസ് എടുത്തത്. എനിക്ക് ഇത് യാതൊരുവിധ ബന്ധവുമില്ല ഇതുമായിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലൗസ്. ഇങ്ങനത്തെ നെക്കൊക്കെ വരുന്നതാണ് ബാക്ക്. അപ്പം എന്തോന്ന് എന്നെ അമ്മച്ചിന്നല്ലേ നിങ്ങളൊക്കെ പറയണത്. ഇത് വേറെ ഏതെങ്കിലും സാരിയോടൊപ്പം ഇടാൻ വേണ്ടി. വളരെ വേദ, നമുക്കിന്ന് പണിയുണ്ട്. നമ്മളിത് ഒട്ടിക്കും. എല്ലാം കൂടെ ഒരുമിച്ചിരിക്കണോ? സിസേഴ്സ് ഇട്. പിന്നെ ഇതാണ്ട് നമ്മള് ഏതെങ്കിലും എടുത്തോണ്ട് വാ. എനിക്ക് സത്യം ഇപ്പൊ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുത്ത സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓ, അത് 25-ാം തീയതി അയച്ചതാണ്. നോർമലി നമ്മൾ പോസ്റ്റ് വഴി അയച്ചാൽ ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വീട്ടിൽ കിട്ടും. ഇത് 25-ാം തീയതി അയച്ച് ഇതുവരെ കിട്ടിയില്ല. അതിന് ശേഷം അയച്ച സാരി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ട്രാക്കിംഗ് ഐഡി 25-നുള്ള അല്ലേന്ന് കരുതി ഇന്നലെ കണ്ട് എടുത്തെല്ലാം കൂടെ വേസ്റ്റ് ബിന്നി ഇട്ട് അതെല്ലാം കൂടെ മിക്സായി കിടന്നു. അത് അത്രയും വാരിയിട്ട് തപ്പി നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ വന്ന് ഞാൻ ടെൻഷൻ അടിച്ച് ഇതിനകത്ത് ആദ്യം ഞാൻ അരിച്ചതാണ്, എന്നിട്ട് കണ്ടില്ല. ഇപ്പം വന്ന് ഒന്നുകൂടെ എന്തോ നോക്കിയപ്പോൾ കാണാം അതിനകത്ത് കിടക്കുന്നു. ആ സാധനം അവിടെ എത്തി. എനിക്ക് തോന്നുന്നു അവർ വീട്ടിലുണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനി വേറെ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. അഥവാ പോസ്റ്റ് വഴിയൊക്കെ അയക്കുന്നത് കൊണ്ട് അഥവാ അവിടെ എത്തിയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് തിരിച്ച് റിട്ടേൺ വരും കേട്ടോ. അതുകൊണ്ട് പോസ്റ്റ് വഴി അയക്കുന്നതിൽ ഒരു ടെൻഷനും വേണ്ട ആർക്കും. കണ്ടേ, നമുക്കിവിടെ ഇങ്ങനെ ഫസ്റ്റ് ഒരു ലൈൻ, വീണ്ടും അതിൻ്റെ താഴൊരു ലൈൻ. ഓ, ഇത് മാറ്റണം, മിറർ മാറ്റണം. ഇത് ഒട്ടിച്ച ശേഷം കാണിച്ചു തരാം എങ്ങനെയാന്ന്. സോ ഗൈസ്, ബിഫോർ ചവര് നിങ്ങളെല്ലാം കണ്ടോളൂ. ചുമര്, നമ്മളിവിടെ തിരുവനന്തപുരത്ത് ചവരെന്ന് പറയും. ഈ ചുമര് കണ്ടോളൂ. ആഫ്റ്റർ ഞങ്ങൾ ഇപ്പോൾ മേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പം കാണിക്കുന്നതായിരിക്കും. വെളുക്ക് നമ്മൾ നിൽക്കൂടെ. സോ ഗൈസ്, എൻ്റെ വാളിന് ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. 2 റോസാപ്പൂ വെച്ചപ്പോൾ എന്തൊക്കെയായെന്നാണ് എൻ്റെ വിചാരം. കണ്ടോ, ഇതൊക്കെ ഒട്ടിച്ചു. കാറ്റടിക്കുമ്പോൾ അതെല്ലാം ഓരോ സൈഡിൽ നിന്നും ഇളവി വരികയാണ്. എന്തായാലും കുറച്ചുകൂടെ ഒക്കെ ഒട്ടിക്കാം. ഇന്നിപ്പോ വയ്യ. ഇത് കൊള്ളാല്ലേ ഫ്രെയിം, നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ പ്രോഡക്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാവേ. നല്ല ഒരു ഫ്രെയിം കൊള്ളാം. പക്ഷെ എനിക്ക് ഒട്ടിച്ച സാധനം ഇഷ്ടമായില്ല, അത് വേറെ കാര്യം.
നമുക്ക് LED ഒട്ടിച്ചാലാ? അതായിരിക്കും നല്ലത്. പെയിന്റ് പോയി, അത് കണ്ട ഇന്ന് ഇളകി ഇളകി പോവുകയും ചെയ്യുന്നു, പെയിന്റും പോണു. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.